മാസത്തിൽ ആണ്ട് കഴിക്കുന്ന കർണാടകക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ നഷ്ടമാണ് താജുൽ ഉലമയുടെ വിയോഗമെന്ന്. അവിടുത്തെ ദറജ നീ ഉയർത്തിക്കൊടുക്കണേ റബ്ബേ. 96 വർഷത്തോളം ഇവിടെ ജീവിച്ചിട്ട് 70ഓളം കൊല്ലം ഉള്ളാളത്തെ ഖുതുബുസ്സമാന്റെ ചാരത്തിരുന്ന് ദീനിന്റെ ഖിദ്മത്ത് ചെയ്തിട്ട് ഇവിടെ മംഗലാപുരത്തൊരു പടുകൂറ്റനും ഫ്ലാറ്റ് വേണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ താജുൽ ഉലമക്ക് അത് ലഭിക്കുമായിരുന്നില്ലേ? കോഴിക്കോട് ജില്ലയിൽ എവിടെ ഒരു വരുമാനമുള്ള സ്ഥാപനം വേണമെങ്കിൽ താജുൽ ഉലമക്ക് അത് ലഭിക്കുമായിരുന്നില്ലേ? ഇല്ല ഇല്ല. താജുൽ ദുനിയാവ് കയ്യിൽ കിട്ടിയിട്ട് വേണ്ടാന്ന് വെച്ച സാഹിദാണ്. അതുകൊണ്ട് ശൈഖ് ജീലാനി തങ്ങളെ മുരീദുമാരിൽ താജുൽ ഉലമക്ക് വലിയ സ്ഥാനമന്ന് കൊടുത്തുപോയി. അവിടെന്ന് പറഞ്ഞില്ലേ, ഞാൻ ശൈഖ് ജീലാനി തങ്ങളെ പേരിൽ ഫാത്തിഹ ഓതാത്ത ദിവസങ്ങളില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ ബറക്കത്ത് ലഭിക്കുകയും അവരെ പോലെ കൽബിലങ്കിയിട്ട് തഖ്വയോടെ ജീവിച്ച് ദർസിലായി അതേ ദീനിന്റെ ഖുദ്മത്തിലായി ഈമാനോടെ ആഖിറത്തിലേക്കുള്ള യാത്ര നല്ലൊരു ദിവസത്തിൽ നല്ലൊരു മാസത്തിലാകണമെന്ന് ആഗ്രഹിച്ചു. ഉസ്താദുമാരായ ശംസുൽ ഉലമാഇ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദും ഖദ്സല്ലാഹു അസ്റാറഹും പോയതുപോലെ അതാ റബീഉൽ ആഖിർ 1, 2, 3 എന്ന രീതിയിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ് എട്ടിക്കുളത്തിന്റെ 6 മണ്ണിൽ മാലോകരായ പാവപ്പെട്ട നമ്മളെ മുഴുവനും ആത്മീയമായി നിയന്ത്രിച്ച് കിടക്കുന്ന താജുൽ ഉലമ തെരഞ്ഞെടുത്തത് ഇൽമാണ് കേട്ടോ. അതുകൊണ്ട് ഇൽമിന്റെ വഴി സെലക്ഷൻ ചെയ്യലല്ലാതെ ഇൽമിന്റെ വഴിയിലൂടെ അല്ലാതെ ഒരാൾക്ക് വലിയാകാൻ പറ്റൂല. അതുകൊണ്ട് ഉലമാക്കു നിങ്ങളെ ഉലമായിന് നിങ്ങൾ അനുധാവനം ചെയ്യണേ. കാരണം അവര് നിങ്ങളെ ദുനിയാവിലെ നന്മയിലേക്ക് കൊണ്ടുപോകൂ. അവര് നിങ്ങളെ ദുനിയാവിലെ വിളക്കുകളാണ്. ആഖിറത്തിലെ വെളിച്ചവുമാണ്. അതുകൊണ്ട് ഔലിയാക്കളെ വഴി മൻറാമ